കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വനിതാ ബില്ല് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്നും ആർട്ടിക്കിൾ 370 എടുത്തു കളയുമെന്നും രാമക്ഷേത്രം പണിയാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നുമൊക്കെ BJPയുടെയും സംഘപരിവാറിൻ്റെയും പഴയ അജണ്ടകളിൽ ഉണ്ടായിരുന്നു. ഇതിൽ രാമക്ഷേത്രം സുപ്രീം കോടതിയുടെ കൂടി സഹായം വന്നപ്പോൾ അത് കൃത്യമായി വന്നു, 370 എടുത്തു കളഞ്ഞു. ഇപ്പോൾ വനിതാ ബില്ല് അവതരിപ്പിച്ചെങ്കിലും അത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെടുത്തി വന്നതുകൊണ്ട് ചില കൺഫ്യൂഷൻസും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ വന്ന് അവസാനം അത് പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഒന്നടങ്കം നിന്നതുകൊണ്ട് അത് പാസ്സായില്ല. എന്നാൽ ഇപ്പോൾ ചിത്രം ദേശീയ തലത്തിൽ വല്ലാതെ മാറുകയാണ്. BJP അവരുടെ ഓപ്പറേഷൻ താമര ലോട്ടസ് പ്രവർത്തനം ആരംഭിച്ചു. ബംഗാളിൽ നിന്നാണ് തുടങ്ങിയത്. ബംഗാളിലെ വലിയൊരു വിഭാഗം ആളുകൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിട്ട് അവർ വേറൊരു അത്ര പ്രസക്തമല്ലാത്തൊരു പാർട്ടിയിൽ ചേർന്ന് ഈ കാലുമാറ്റത്തിന് നിയമം വരാതിരിക്കാൻ വേണ്ടി ചേർന്ന് അവർ അവിടെ നിന്നുകൊണ്ട് പ്രത്യേക ബ്ലോക്കായി BJPയെ സഹായിക്കുന്നു, NDA സഹായിക്കുന്നു. ഉദ്ധവ് താക്കറയുടെ അവിടെയുള്ള ശിവസേനയുടെ നേതൃത്വം പിളർന്നു. അതിലൊരു വിഭാഗവും BJPയെ സഹായിക്കുന്നു. മുലായം സിംഗ് യാദവിൻ്റെ ഉത്തർപ്രദേശിലുള്ള ഒരു വിഭാഗത്തെ പൊളിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയിലുള്ളൊരു വിഭാഗത്തെ കൂടി പൊളിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകസഭയിൽ ഇപ്പോൾ തന്നെ ലോകസഭയിലും രാജ്യസഭയിലും കൃത്യമായ 3/2 ഭൂരിപക്ഷത്തിലേക്ക് BJP പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വനിതാ ബില്ലും പാസ്സാക്കും, അതോടൊപ്പം തന്നെ യൂണിഫോം സിവിൽ കോഡും പാസ്സാക്കും. ഇനി വരാനിരിക്കുന്നൊരു കെണി 2029 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള കൺസെപ്റ്റ് കൂടി പിടിപ്പിച്ചാൽ പിന്നെ ആകെ കൺഫ്യൂഷനായിരിക്കും. കേരളത്തിൽ ഉൾപ്പെടെ 3 വർഷമേ കേരളത്തിന് ഭരണം കിട്ടൂ, പിന്നെ 2 വർഷം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. 2029 ദേശീയ തിരഞ്ഞെടുപ്പിൽ വൺ കൺട്രി വൺ ഇലക്ഷൻ എന്നുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള കെണിയിലേക്ക് കൂടി രാജ്യം പോകുമോ? അങ്ങനെ പോയാൽ 3 കാര്യങ്ങളിൽ BJP വിചാരിക്കുന്ന ചെയ്തെടുക്കും. അങ്ങനെ ചെയ്തെടുക്കുന്ന 3ഉം BJPയുടെ വലിയ അജണ്ടകളാകും. വനിതകൾക്ക് സംവരണം കൊടുക്കുന്ന കാര്യം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായി അവർക്ക് പറ്റുന്നത് വോട്ടിനെടുപ്പിനെയും അത് സ്വാധീനിക്കും. അത് വനിതകളുടെ വോട്ട് വലിയ തോതിൽ BJPക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഇതാണ് പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അപ്പോൾ വനിതാ ബില്ല് പാസ്സാക്കിയെടുക്കുക, ഈ പറയുന്ന കുഞ്ഞു പാർട്ടികളെല്ലാം കൂടി ഒന്നിപ്പിച്ച് അവരെ സെപ്പറേറ്റ് ബ്ലോക്കാക്കി NDAക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി അത് 3/2 ഭൂരിപക്ഷമാക്കി മാറ്റി NDA വനിതാ ബില്ല് പാസ്സാക്കുക. കാരണം അസംബ്ലികളിൽ അവർക്കത് പാസ്സാക്കിയെടുക്കാൻ പറ്റും. കാര്യം 4-5 അസംബ്ലി ഒഴിച്ച് ബാക്കി ഭൂരിപക്ഷം അസംബ്ലികളും BJPയുടെ കൂടെയാണ്. 3/2 അസംബ്ലികൾ പാസ്സാക്കിയാൽ അത് പാസ്സാവും. അതുകൊണ്ട് അത് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അസംബ്ലികളുടെ സഹായത്തോടു കൂടി MLAമാരുടെ സഹായത്തോടു കൂടി MP മാരുടെ സഹായത്തോടു കൂടി ഇവരിത് നേടിയെടുക്കുന്നു. അതോടൊപ്പം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പും വൺ കൺട്രി വൺ ഇലക്ഷൻ എന്നുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയും കൂടി വന്നാൽ 2029 തിരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമായിട്ടാണ് BJP കാണുന്നത്. 2029 മുതൽ 34 വരെ ഭരിക്കുവാനുള്ള ഒരു മാൻഡേറ്റ് പിടിക്കാനാണ് അവർ നോക്കുന്നത്. ഇതിനിടയിൽ ഇന്ത്യ മുന്നണിയിൽ വലിയ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. സ്റ്റാലിൻ്റെ പാർട്ടി DMKയും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും തമ്മിൽ തെറ്റി. മമതാ ബാനർജിയുടെ കോൺഗ്രസും തമ്മിൽ അടുക്കുന്നു. CPMും കോൺഗ്രസും തമ്മിൽ വല്ലാതെ ദേശീയതലത്തിൽ തെറ്റിയിരിക്കുന്നു. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയുമൊക്കെ വലിയ തർക്കത്തിൽ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ശക്തിപ്പെടുമെന്നറിയില്ല. ഇതിനിടയിൽ സ്റ്റാലിൻ മമതാ ബാനർജിയെയും അഖിലേഷ് യാദവിനെയും അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചുകൊണ്ട് വേറൊരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള 3ആം ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ഒരു 3ആം മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും രാജ്യത്ത് നടക്കുന്നു, സ്റ്റാലിൻ നേതാവായിക്കൊണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അതിനിടയിൽ ആര് പാസ്സാവും, ആരൊക്കെ ജയിക്കും, ആര് തോക്കുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും വളരെ കൃത്യമായ ഒരു കാര്യം ഇപ്പം നടന്നു വരുന്നത്, ഈ കൊച്ചു പാർട്ടികളെ, സ്റ്റേറ്റുകളിലെ ചെറിയ പാർട്ടികളെ പിളർക്കുന്നതിലും അവരുടെ MP മാരെ കൂടെ നിർത്തുന്നതിലും BJP ശക്തമായി വിജയിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അങ്ങനെ വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഒരു എന്ത് കിട്ടുന്നു, അപ്പർ ഹാൻഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി വളരെ കൃത്യമായി ഈ BJPയുടെ 3 അജണ്ടകൾ ഒന്നിച്ച് നടപ്പിലാക്കിയെടുക്കാനുള്ള
ശ്രമം നടക്കും. വനിതാ ബില്ല് പാസ്സാകാത്തത് പിന്നെ 2011 ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡീലിമിറ്റേഷൻ തിയറി വെച്ചുകൊണ്ട് ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഡീലിമിറ്റ് ചെയ്യുമ്പോൾ 2027 വരെയുള്ള 27 വരെ സെൻസസിന് കാത്തിരിക്കാതെ എന്തിനിപ്പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പക്ഷേ 27 സെൻസസ് വന്നാൽ 29 ഡീലിമിറ്റേഷൻ നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വരുന്നതെന്നാണ് NDA പറയുന്നത്. എന്തായാലും ഒരു തർക്കം നടന്നു, അത് പാർലമെൻറ്റിൽ പാസ്സായില്ല, പിന്നെയല്ലേ രാജ്യസഭയിലേക്ക് പോകുന്ന കഥ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്, ട്രെൻഡ് മാറി. പാർലമെൻറ്റിൽ 300 സീറ്റിലധികം 540-ൽ 300 സീറ്റിനോളം അടുക്കുകയാണ് BJP. അങ്ങനെ അടുത്താൽ തീർച്ചയായിട്ടും BJPക്ക് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ പറ്റും ഈ ഭരണകാലയളവിൽ. അതുപോലെ തന്നെ 1 കൺട്രി 1 ഇലക്ഷൻ നടപ്പിലാക്കാൻ പറ്റും. മൂന്നാമത് വനിതാ ബില്ല് അവർ പാസ്സാക്കിയെടുക്കും. അതിലാദ്യം പാസ്സാക്കുന്നത് വനിതാ ബില്ലായിരിക്കും. എന്നിട്ട് ഈ ഡീലിമിറ്റേഷനെയും കൂടി ഇതിനകത്ത് ബന്ധിപ്പിച്ച് ഞങ്ങളാണ് വനിതകളുടെ ആളുകളെന്ന് പറഞ്ഞ് 541 എന്ന് പറയുന്ന ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 800-ലേക്ക് പോകും. കേരളത്തിൽ 140 എന്നുള്ളത് 210-ലേക്ക് പോകും. അങ്ങനെ വലിയ മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.